മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. കൊച്ചിൻ കാർണിവൽ, അതായത് 31 നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിന് ശേഷം കൊച്ചിയിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജനുവരി 2 തീയതി ഞാനെടുത്ത വീഡിയോയാണ്. രാത്രി ജസ്റ്റ് ഒന്ന് പോയി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആൾക്ക് ഒരുവിധം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, തിരക്കുണ്ട്. എങ്കിലും 31 വെച്ച് നോക്കുമ്പോൾ നല്ല കുറവുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല വിനോദം, എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഒത്തിരി പ്ലേ ഗെയിംസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇത് പെർ ഹെഡ് 60 രൂപയാണ്. 2 കുട്ടികളാകുമ്പോൾ 120 റുപ്പീസാണ്. അതിലൊരു തരത്തിലുള്ള ഡിസ്കൗണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല. ആൾ കയറിയാലും കുട്ടികൾ കയറിയാലും ഇല്ലേലും കൂപ്പൺ എടുക്കണം. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കാണേലും വലിയ മുതിർന്നവർക്കാണേലും ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിമുകൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അതായത് എല്ലാത്തിനും തന്നെ എമൗണ്ട് ഉണ്ട് എങ്കിലും നമ്മൾക്കത് കാർണിവൽ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഈ ഗെയിമാണ്. ഈ ഗെയിമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ഒത്തിരി അപ്പുറത്ത് ഒരുപാട് ബലൂണുകൾ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഒരുപാട് സാധനങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് അത് പർച്ചേസ് ചെയ്യാൻ പറ്റിയവർക്ക് അവിടെ പർച്ചേസ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകളിലേക്കൊക്കെ ഞങ്ങൾ കയറി. ഇത് 2ാമത്തെ ഗെയിമാണ്. ഇതും കുട്ടികൾക്ക് മാത്രമാണ്. അപ്പോൾ ആദ്യം എന്തോ ഒരു 10 കുട്ടികൾ അങ്ങനെ എന്തോ ഇവർ കയറ്റുള്ളൂ. കാരണം കുട്ടികളെല്ലാവരും കൂടി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. ഇതിനും 60 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഒരു കുട്ടിക്ക് 60 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ മോനാണിത്, അവന് കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് കയറിയില്ല, അവന് ആകെ കയറിയത് ഇത്രേ ഉള്ളൂ. ഇതിനും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആൾ നേരെ ഇറങ്ങിപ്പോണം. അപ്പോൾ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ടാണ് കുട്ടികളെ കയറ്റുന്നത്. അപ്പോൾ ആൾക്ക് പറ്റില്ല, കാരണം അവന് ഏജ് ആയിട്ടില്ല. പിന്നെ കുട്ടികൾ വാശി പിടിക്കുമല്ലോ. ഇത് കാണുമ്പോൾ നല്ല കരച്ചിലാണ്, കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവനെയും ജസ്റ്റ് ഒന്ന് കയറ്റിയതാണ്. പക്ഷേ അവനെ കൊണ്ടത് സാധിക്കത്തില്ല, കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നന്നായിട്ട് തുള്ളി ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ചേട്ടനാണെങ്കിൽ എല്ലാവരെയും കുട്ടികളെയൊക്കെ നല്ല സപ്പോർട്ടായിട്ട്, അതായത് ചെറിയ കുട്ടികളെ ആണെങ്കിലും ഭയങ്കരമായിട്ട് പുള്ളി നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നെക്സ്റ്റ് ഗെയിമാണ്. ഇതിന് 50 റുപ്പീസാണ് കേട്ടോ. പെർ ഹെഡ് 50 റുപ്പീസാണ്. കുട്ടികൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം തലകറക്കം പോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത്ര അവർക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ കരയാൻ തുടങ്ങി. വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് കുട്ടികൾക്ക് തലകറക്കം പോലെയൊക്കെ തോന്നി, ഒരുപാട് ഇങ്ങനെ സ്പീഡിൽ കറങ്ങുമ്പോൾ. അത് അധികം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ കുട്ടികൾ ടയേർഡായി പോകുമായിരുന്നേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ഈ ഒരു ഗെയിമിൽ കയറ്റിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതെന്തായാലും നമുക്കറിയാം കുട്ടികൾ ടയേർഡ് ആവുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റാണ് ഈ ഗെയിമിലേക്ക് ഞാൻ കയറ്റിയത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. 5 ഒരു 5 ഡേയ്സ് കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാരുടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇത് കുട്ടിക്ക് ഒന്നും കൂടി കയറണമെന്ന് ഒരാഗ്രഹം, അതായത് അവൾക്ക് ആഗ്രഹം കഴിഞ്ഞില്ല, ഒന്നുകൂടെ കയറണം. ഇത് കണ്ടോ ആൾക്കാരെ നിങ്ങൾ കാണണം, ഇത് മരണക്കിണറാണ് കേട്ടോ, മരണക്കിണറാണ്. അപ്പോൾ ഒന്നുകൂടെ കയറണം എന്ന് പറഞ്ഞോടെ ഞങ്ങൾ ഒന്നുകൂടെ കയറാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചാണ് ഇവിടെ ഗെയിമുകൾ. അപ്പോൾ അതുപോലെ ഈ റൈഡിലൊക്കെ കയറാനായിട്ട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒത്തിരി കരച്ചിലൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാം കേട്ടോ. അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷെ അവർ അവിടെ ജീവൻ പണയം വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആണ്, നല്ല സൂപ്പർ. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു മുതലാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു, എൻജോയ്മെൻ്റ് ഇല്ല എന്നൊരാളും പറയില്ല. അത്രയ്ക്ക് അടിപൊളി നല്ല വൈബാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വരാനായിട്ട് ശ്രമിക്കട്ടോ. ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമുകളും ഞങ്ങൾ കവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കരച്ചിൽ കേൾക്കുന്നത് ഈ ഒരു ഗെയിമിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ഗെയിമുകളും ഞങ്ങൾ കവർ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ പപ്പാനി ഉണ്ടല്ലോ, കത്തിക്കാതെ വെച്ച പപ്പാനി, അയാളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ ഇയാളെ അന്വേഷിച്ച് ഞങ്ങളൊന്ന് നടക്കാൻ തുടങ്ങി. പയ്യെ അങ്ങോട്ട് നടന്നപ്പോൾ നമ്മുടെ പപ്പാനിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇയാളാണ് അന്ന് കത്തിക്കാതെ പോയ പപ്പാനി. ഇവിടെ ആൾക്കാർ ഇവനായിരിക്കും കത്തിക്കുന്നതെന്ന് കരുതി എല്ലാവരും നിന്നെങ്കിലും കത്തിച്ചത് വേറെ പപ്പാനിയായിരുന്നു.
അപ്പോൾ ഒത്തിരി പേര് നിരാശപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ കാർണിവൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഗെയിംസൊക്കെ ഉണ്ടാവുമെന്ന്. തീർച്ചയായും ഉണ്ടാവും. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലും തിരക്കിന് വലിയ കുറവൊന്നുമില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് കരുതിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.